ATB അഥവാ അറ്റൻഷൻ ടു ബ്രീത്ത്. നമ്മുടെ ശ്വാസഗതി നമ്മളൊന്ന് ശ്രദ്ധിക്കാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മളൊന്ന് ശ്രമിച്ച് നോക്കിയാലോ. നമ്മുടെ ശ്വാസഗതി അറിഞ്ഞുള്ള ഒരു മെഡിറ്റേഷൻ നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ നമ്മുടെ അമിഗ്ഡാല പ്രീഫ്രോണ്ടൽ കോർട്ടെക്സിൻ്റെ കണക്ടിവിറ്റിയെ വർദ്ധിപ്പിക്കുക എന്ന് വെച്ചാൽ പെട്ടെന്നുള്ള റിയാക്ഷനെ ചിന്തിച്ച് റെസ്പോൺസ് ചെയ്യാൻ കഴിയുന്നതായി പഠനങ്ങൾ പറയുന്നു. പെട്ടെന്നുള്ള വികാരം നമ്മുടെ ഒരു അലാം സിസ്റ്റത്തെ ഈ അമിഗ്ഡാലയാണ് നമുക്ക് നമ്മുടെ ശരീരത്തെ അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിയെ നമ്മൾ അറിയിക്കുന്നത്. അപ്പോൾ അതിലൂടെയാണ് നമുക്ക് പെട്ടെന്നൊരു ക്ഷോഭം ഉണ്ടാകുന്നത്, പെട്ടെന്നൊരു പൊട്ടിത്തെറി ഉണ്ടാകുന്നത്. അതിനെ ചിന്തിച്ച് പ്രവർത്തിക്കാൻ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സിലൂടെയാണ് കഴിയുന്നത്. നമ്മളത് ശരിയായ രീതിയിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക. എന്നിട്ട് നമ്മളൊന്ന് ശ്രദ്ധിക്കുക നമ്മുടെ കോപത്തെ, നമ്മുടെ എടുത്തുചാട്ടത്തെ. കുട്ടികൾക്ക് പ്രത്യേകിച്ചും പെട്ടെന്ന് ദേഷ്യം വരും. അതിനെയൊക്കെ നിയന്ത്രിക്കാനുള്ള ഒരു ശ്രമം, പല വഴികളിൽ ഒരു ശ്രമം നമ്മളെ കൊണ്ടൊന്ന് സാധിക്കുമോ നമ്മളൊന്ന് ശ്രമിച്ച് നോക്കാം അറ്റൻഷൻ ടു ബ്രീത്തിലൂടെ. അങ്ങനെ കഴിയില്ല എങ്കിൽ പോലും നമുക്ക് നമ്മുടെ കുട്ടികളെ അറിയിക്കാം. പെട്ടെന്നൊരു ദേഷ്യം വരുമ്പോൾ ഒന്നിലേക്ക് ശ്രദ്ധിക്കുമ്പോൾ, പെട്ടെന്ന് ആരെങ്കിലും ഒന്ന് കളിയാക്കുമ്പോഴോ പരിഹസിക്കുമ്പോഴോ പെട്ടെന്നൊരു ദേഷ്യം നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിച്ചേ പ്രവർത്തിക്കാവുന്ന പലതവണ അവർക്ക് അവരുടെ മൈൻഡിലേക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കുക. കാരണം കുട്ടികളാണ്, വളർന്നു വരുന്ന പ്രായത്തിൽ അവർക്ക് പ്രായമെത്തിയവരെ പോലെയല്ല പെട്ടെന്നാണ് ദേഷ്യങ്ങൾ വരുന്നത്, എടുത്തുചാട്ടങ്ങൾ വരുന്നത്. ചിന്തിച്ച് പ്രവർത്തിക്കാൻ അറ്റൻഷൻ ടു ബ്രീത്ത് ഒരു സഹായകമാകുമെന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ നമുക്കൊന്ന് ശ്രമിച്ച് നോക്കാം. കഴിയില്ല എങ്കിൽ നമുക്ക് ഡോക്ടർമാരുടെയോ എക്സ്പേർട്സിൻ്റെയോ ഒക്കെ ഒരു സഹായത്തോടുകൂടി നമുക്ക് പോയാൽ പോരെ. അപ്പോൾ നമ്മുടെ കുട്ടികളെ നമ്മളെപ്പോഴും വീട്ടിൽ നിന്ന് സ്കൂളിലേക്കും പുറത്തേക്കും പറഞ്ഞു വിടുമ്പോൾ നിങ്ങൾ ചിന്തിച്ച് പ്രവർത്തിക്കാൻ പ്രത്യേകം, നമുക്ക് അനുഭവങ്ങൾ കുറവാണ്, അനുഭവങ്ങളായി വരുന്ന പ്രായങ്ങളാകുന്നതേ ഉള്ളൂ. നമ്മളെപ്പോഴും ഒരു നല്ലൊരു ഡയറക്ഷൻ അവർക്ക് കൊടുത്തുകൊണ്ടേയിരിക്കുക. ബി പോസിറ്റീവ്.